പകൽ സമയത്തുള്ള ഉപയോഗം എല്ലാം ഡയറക്റ്റ് ആയിട്ട് പോകും. രാത്രിയിലേക്കുള്ളത് ബാറ്ററി ബാക്കപ്പ് ലിത്തിയം ബാറ്ററിയിൽ ഉണ്ടാവുകയും ചെയ്യും. സോളാർ ചാർജ് കൺട്രോളർ ഇൻബിൽട്ട് ആയിട്ടുള്ള ലിത്തിയം ബാറ്ററി ഇൻബിൽട്ട് ആയിട്ടുള്ള ഒരു പവർ പാക്ക് ആണത്. അതും സോളാർ ബാറ്ററി പാനൽസ് നല്ല കപ്പാസിറ്റിയിൽ. ഇതിന്റെ MPPT ചാർജ് കൺട്രോളർ ഏകദേശം 2 കിലോവാട്ട് വരെ പാനൽ എടുക്കുന്ന MPPT ചാർജറാണ്. 1.5 കിലോവാട്ട് അവറിന്റെ ബാറ്ററി കപ്പാസിറ്റി ഇത് കൊടുക്കുന്നുണ്ട്. 48 വോൾട്ടിലാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ആശാ പവറിന്റെ പ്രൊഡക്റ്റുകൾക്ക് പൊതുവെ വളരെ കുറവാണ് കംപ്ലൈന്റ്. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മുടെ കൊച്ചി അങ്കമാലിയിൽ നടന്ന ഗ്രീൻ പവർ എക്സ്പോ 2024 ആ ഒരു എക്സ്പോയുടെ ഭാഗമായിട്ട് ഞാൻ അതിൽ സ്റ്റാളിൽ കണ്ട വിവിധ ഇനം കമ്പനികളുടെ ഡീറ്റെയിൽസിലാണ് ഞാൻ ഈ പല എപ്പിസോഡുകളായിട്ട് ഇതിനകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു 4ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ പലവിധമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ആശാ പവർ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ആ ഒരു സ്റ്റാളിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആശാ പവറിൻ്റെ ഈ ഒരു സ്റ്റാളിൽ കുറേയധികം വെറൈറ്റി ഐറ്റങ്ങൾക്കാണ് ഇവിടെ അവർ ഷോ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം പുതിയ ഐറ്റങ്ങളൊക്കെ ഉണ്ട്, പുതിയ വെറൈറ്റി ആയിട്ടുള്ളത്. അപ്പം എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ ഒരു കമ്പനിയുടെ CEO ആയിട്ട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാളിനകത്ത് ഇവർ എല്ലാം ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം എല്ലാവർക്കും കണ്ട് മനസ്സിലാക്കത്തക്ക രീതിയിലാണ് ഇവിടെ ഈ ഒരു ഷോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് സിയോട് തന്നെ ഡയറക്റ്റ് ചോദിച്ചങ്ങ് മനസ്സിലാക്കാം. അതാണ് നല്ലത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ നമുക്ക് പൂർണ്ണമായിട്ടും കാണാം. നമസ്കാരം. ആശാ പവറിലെ സ്റ്റാളിലാണ് നിങ്ങൾ ക്രീപ്പ എനർജി എക്സ്പോയില് 2024. ഞങ്ങൾ എല്ലാ വർഷവും ക്രീപ്പ 2018 മുതൽ എക്സ്പോയില് നമ്മുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ട്. കേരളത്തിലെ ഏറ്റവും മികച്ചൊരു എക്സ്പോ തന്നെയാണ് ക്രീപ്പ എക്സ്പോ. അപ്പൊ നമ്മൾ ഈ പ്രാവശ്യം കുറച്ച് പുതിയ പ്രൊഡക്റ്റുകളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്ന് നമ്മുടെ മെയിനായിട്ട് സോളാർ MPPT ESS ആണ്. ഇതിനകത്ത് സോളാർ ചാർജ് കൺട്രോളർ ഇൻബിൽട്ട് ആയിട്ടുള്ള ലിത്തിയം ബാറ്ററി ഇൻബിൽട്ട് ആയിട്ടുള്ള ഒരു പവർ പാക്ക് ആണത്. അതും സോളാർ ബാറ്ററി പാനൽസ് നല്ല കപ്പാസിറ്റിയിൽ. ഇതിന്റെ MPPT ചാർജ് കൺട്രോളർ ഏകദേശം 2 കിലോവാട്ട് വരെ പാനൽ എടുക്കുന്ന MPPT ചാർജറാണ്. 1.5 കിലോവാട്ട് അവറിന്റെ ബാറ്ററി കപ്പാസിറ്റി ഇത് കൊടുക്കുന്നുണ്ട്. 48 വോൾട്ടിലാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. 1500 V ആണ് ഇൻവെർട്ടർ കപ്പാസിറ്റി. 1200 വാട്ട് വരെ നമുക്ക് ഇതിനകത്ത് ലോഡ് കൊടുക്കാൻ പറ്റും. പിന്നെ പാനൽ സപ്പോർട്ടോട് ആകുമ്പോൾ പകൽ സമയത്തുള്ള ഉപയോഗം എല്ലാം ഡയറക്റ്റ് ആയിട്ട് പോകും. രാത്രിയിലേക്കുള്ളത് ബാറ്ററി ബാക്കപ്പ് ലിത്തിയം ബാറ്ററിയിൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ നമുക്കൊരു 500 വാട്ട് ലോഡ് ചെയ്താലും കണ്ടിന്യൂസ് ലോഡ് ചെയ്താലും 3 മണിക്കൂർ ബാക്കപ്പ് കിട്ടും. അപ്പൊ ഒരു 250 വാട്ട്സ് ഒക്കെ ഒരു ആവറേജ് ലോഡിൽ നമുക്ക് 6 hours ബാക്കപ്പ് ഈ സിസ്റ്റം തരും. ഇക്വലന്റ് ഒരു 170 AH ലെഡ് ആസിഡ് ബാറ്ററിക്ക് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് വിത്ത് 1200 വാട്ട് വരെ ലോഡ് എടുക്കുന്ന സിസ്റ്റമാണ് നമ്മുടെ ആശാ പവറിന്റെ പുതിയ സോളാർ MPPT ESS. വീലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിതിന്റെ മൊബിലിറ്റി എവിടത്തേക്കും യൂസ് ചെയ്യാനൊക്കെ വളരെ കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഡിസൈനിലാണ്. പിന്നെ നമ്മുടെ ഒരു കൺവെൻഷണൽ ഡിസൈൻ പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. പിന്നെ എല്ലാ 4-line ഡിസ്പ്ലേ ആണ്. നമുക്ക് എല്ലാ പാരാമീറ്റേഴ്സും ഇതിനകത്ത് നമുക്ക് കിട്ടുകയും അതിന് അക്കോർഡിംഗ് ആയിട്ടുള്ള സെറ്റിംഗ്സും കാര്യങ്ങളും ചെയ്യാനും ഈ ഡിവൈസിൽ നമുക്ക് സാധിക്കുന്നതാണ്. പിന്നീട് ഓഫ്കോഴ്സ് നമ്മുടെ നിയോൺ 80 Pro MPPT ചാർജ് കൺട്രോളേഴ്സ്. ഇത് DC ലോഡിന്റെയാണ്. അതായത് നമുക്ക് DC പ്രൊഡക്റ്റ് ഇപ്പം നമുക്ക് മാർക്കറ്റിൽ പിന്നെ DC TV, DC ലൈറ്റ്, DC ഫാൻ എല്ലാം DCയിൽ വന്നു. അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സോളാർ പാനലും നമ്മുടെ ഈ ഡിവൈസും ബാറ്ററിയും ലെഡ് ആസിഡ് ആവട്ടെ ലിത്തിയം ആവട്ടെ നമുക്കൊരു പവർ ബാങ്ക് പോലെ ഇപ്പൊ എവിടെ വേണമെങ്കിലും നമുക്കൊരു പവർ ഇൻസ്റ്റാൾ ചെയ്യാം. അവിടെ DC ലോഡുകളാണെങ്കിൽ എല്ലാത്തിനും ഒരു അൾട്ടിമേറ്റ് ഇൻവെർട്ടർ സിസ്റ്റമായിട്ട് ഒരു പവർ ബാങ്ക് സിസ്റ്റമായിട്ട് ഈ ഒരു പ്രോഡക്റ്റും അതിന്റെ കൂട്ടത്തിൽ സോളാർ പാനലും ബാറ്ററിയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആ രീതിയിലാണ് വരുന്നത്. പിന്നെ നമ്മുടെ സൂപ്പർ സ്റ്റാർ ഓൾവേസ് ആമസോൺ ചോയ്സും ബെസ്റ്റ് സെല്ലറും ഒക്കെ ആയിട്ട് എപ്പോഴും നിൽക്കുന്ന നമ്മുടെ നോവ 50 MPPT ചാർജ് കൺട്രോളർ തുടങ്ങി നമ്മുടെ നോർമൽ ആയിട്ടുള്ള 12 മുതൽ 96 വരെയുള്ളതും ഉള്ള ഡിവൈസുകൾ മോസ്ഫെറ്റിലും അതിന്റെ മുകളിലേക്ക് 240 വോൾട്ട് വരെയുള്ള IGBT ബേസ്ഡ് MPPT ചാർജ് കൺട്രോളേഴ്സും. ഇതാണ് ഇപ്പോൾ നമ്മുടെ IGBT ബേസ് ചെയ്തിട്ടുള്ള MPPT ചാർജ് കൺട്രോളർ. ഇതിന് ഏകദേശം 240 വോൾട്ടിൽ നമുക്കൊരു 15 കിലോവാട്ട് വരെ പാനൽ കൊടുക്കാവുന്ന മോഡൽസ് വരെ ഉണ്ട്. MPPT ചാർജർ ആണത്. ഇപ്പോൾ വലിയ പെട്രോൾ പമ്പുകൾ അതുപോലുള്ള ഏത് സ്ഥാപനങ്ങളും 120 വോൾട്ട് ആൻഡ് എബോ ഉള്ള സിസ്റ്റംസ് എല്ലാം നമുക്ക് ഇത് വെച്ചിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. പിന്നീട് നമുക്ക് ഓഫ്കോഴ്സ് നമ്മുടെ പുതിയ റോവർ സീരീസ്, ഇതിപ്പോൾ റോവർ 5248 ആണ്.
പവർ 524ന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഒരു 5-5.5 കിലോ വാട്ട് പാനൽ കൊടുക്കാം. 4500 വാട്ട്സ് വരെ ലോഡ് ചെയ്യാം, 4200 വാട്ട്സ് വരെ ലോഡ് ചെയ്യാം. പിന്നെ അതിന്റെ കൂട്ടത്തിൽ പാനൽ കപ്പാസിറ്റി ആണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു 5.5 കിലോ വാട്ട് വിത്ത് 230 VOC ആണ്. അതായത് 4 പാനൽസ് നമുക്ക് ഇതിൽ ഡയറക്റ്റ് സീരീസ് ചെയ്ത് കൊടുക്കാം. പ്യുവർ കോപ്പർ ട്രാൻസ്ഫോമർ ആണ്. പിന്നെ എപ്പോഴും കാണിക്കുന്ന പോലെ ഈ പ്രാവശ്യവും തുറന്നു തന്നെയാണ് നമ്മൾ പ്രൊഡക്റ്റ് വെച്ചിരിക്കുന്നത്. അതിന്റെ ഉള്ളിലെ ഇന്റീരിയർ ക്വാളിറ്റി എന്താണ് ഞങ്ങൾ ഈ ഡിവൈസിൽ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. പിന്നെ നമ്മുടെ കാർഡുകളെല്ലാം ഡിഫറെന്റ് കാർഡുകളാണ്. SMPS ആവട്ടെ, സോളാർ കാർഡ് ആവട്ടെ, മദർ ബോർഡ് ആവട്ടെ, ഡിഫറെന്റ് കാർഡ്സ് ആണ്. എന്ത് കംപ്ലൈന്റോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ ആശാ പവറിന്റെ പ്രൊഡക്റ്റുകൾക്ക് പൊതുവേ വളരെ കുറവാണ് കംപ്ലൈന്റ്. എങ്കിലും ലൈറ്റ്നിങ്ങോ മറ്റു സാഹചര്യത്തിൽ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ കാർഡ് ടൈപ്പിലായതുകൊണ്ട് ഇതിനെ സർവീസ് ചെയ്യാൻ പറ്റും. അതാണ് മറ്റൊരു അഡ്വാൻറ്റേജ്. പിന്നെ നമ്മുടെ നോർമൽ ഇൻവെർട്ടർ ആണ്. ഈ ഇൻവെർട്ടറിലേക്ക് ലാൻഡർ സീരീസ് എന്ന് പറയും. ഇപ്പൊ 2.5 kV ലാൻഡർ 2524 ആണ്. അതിലേക്ക് ഒരു MPPT വെച്ച് കഴിഞ്ഞാൽ സോളാർ ഇൻവെർട്ടർ ആയിട്ട് ഇതിനെ മാറ്റാനും നമുക്ക് പറ്റും. പിന്നെ നമുക്ക് SMU, അതായത് ഇനിയിപ്പോ നമ്മൾ ഈ ഒരു നെക്സ്റ്റ് മന്ത് മുതൽ നമ്മൾ കൊടുത്തു കൊടുക്കുന്ന അല്ലെങ്കിൽ ന്യൂ ഇയറിന് കൊടുത്തു തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണിത്. ഇത് പിന്നെ ഹൈ VOC ആണ് ഇതിന്റെ പ്രത്യേകത. അതായത് നമുക്ക് ഒരു 48 വോൾട്ട് സിസ്റ്റം ആണെങ്കിൽ ഒരു 500 to 550 വോൾട്ട് VOC ഉണ്ടാവും. അപ്പൊ നമുക്ക് ഈ ഓൺ ഗ്രിഡ് സിസ്റ്റങ്ങളൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യാത്ത സമയത്ത് നമുക്ക് ഈ ഡിവൈസ് ഉപയോഗിച്ചിട്ട് ബാറ്ററി ചാർജിങ്ങിന് പാനലിന്റെ ഗ്രൂപ്പിംഗ് ചേഞ്ച് ചെയ്യാതെ മാറ്റാൻ പറ്റും. അപ്പൊ അങ്ങനെ അഡ്വാൻറ്റേജ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് 24 വോൾട്ടിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു 400 വോൾട്ട് VOC ആണ്. 400 to 24 വോൾട്ടിലേക്ക് നേരെ ഒരു 3 കിലോ വാട്ടിന്റെ ഒക്കെ സിസ്റ്റം ആണെങ്കിൽ അത് യൂസ് ചെയ്യാത്ത സമയത്ത് നമുക്ക് അതിലേക്ക് കൊടുത്തിട്ട് ഡയറക്റ്റ് ആയിട്ട് ബാറ്ററി ചാർജിങ്ങിന് യൂസ് ചെയ്യാം. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റുകളുടെ മൊത്തത്തിലുള്ളൊരു റേഞ്ച്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത പാർട്ട് 2 ദിവസം കഴിഞ്ഞ് ഈ ഒരു ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. വീഡിയോ കണ്ടതിന് നന്ദി.